ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ്. വിശുദ്ധ മർക്കോസ് 2-ാം അധ്യായം 1 മുതൽ 12 വരെ തിരുവചന ഭാഗം. യേശുതമ്പുരാൻ പക്ഷപാത രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഈ വചനഭാഗത്ത് നാം കാണുന്നത്. ഈ വേദഭാഗം നമ്മളൊക്കെ കാര്യമായി വായിക്കാറുള്ളതാണ്. നമുക്ക് ഈ സംഭവം വളരെ കൃത്യമായി അറിയാം. കഫർനഹൂമിലെ ഭവനത്തിൽ യേശു ഇരിക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം യേശു ഉണ്ട് എന്ന് ശ്രുതി പരന്ന് അവിടെ കടന്നെത്തുകയും യേശു അവരോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ 4 പേർ ചേർന്നൊരു പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ടുവരുന്നു. അവിടെ വാതിൽക്കൽ നിൽക്കാൻ പോലും ഇടമില്ലാതെ വണ്ണം തിങ്ങി ജനമാകയാൽ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈ പക്ഷപാത രോഗിയെ അവിടെ ഇറക്കുന്നു. ക്രിസ്തു ആ വ്യക്തിക്ക് സൗഖ്യം നൽകുന്നു. അവിടെ നിൽക്കുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെയാണ് പശ്ചാത്തലം. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള സംഭവമാണ്. ഞാൻ ഈ തിരുവചന ഭാഗവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളെ, അവരുടെ വ്യത്യസ്തങ്ങളായ വിശ്വാസ തലങ്ങളെ ഒന്ന് പങ്കുവെക്കാൻ, ഒന്ന് ചർച്ച ചെയ്യാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. ഒരു 5 തരം വ്യക്തികൾ ക്രിസ്തുവിൻ്റെ ഈ അത്ഭുതത്തിന് സാക്ഷികളായിട്ടുണ്ട് എന്നതാണ് എൻ്റെ ചിന്ത. അതിനകത്ത് ചിലരെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, ചിലരെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല. എങ്കിലും പൊതുവെ ഈ ഒരു സംഭവത്തിന് സാക്ഷികളാകുന്ന 5 തരം വ്യക്തികൾ. ഈ 5 തരം വ്യക്തികൾ എന്നത് ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ 5 അവസ്ഥകളിൽ നിൽക്കുന്നവരായിട്ട് നമുക്ക് കാണാം. അതിനകത്ത് എൻ്റെ ഇന്നത്തെ വിശ്വാസ ജീവിതം ഏത് തലത്തിലാണ് എന്നതിനെക്കുറിച്ച് ഒരു കണ്ടെത്തൽ, അത് മാത്രമാണ് ഈ ഒരു ചിന്ത കൊണ്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കാം. വചനം പ്രസംഗിക്കുകയാണ് യേശു. വീടിൻ്റെ ഉള്ളിൽ വലിയൊരു ജനസമൂഹം യേശുവിനെ കേൾക്കാൻ നിൽക്കുന്നു. ഒരു സാധാരണ വിശ്വാസി സമൂഹം, എല്ലായിടത്തും ഉണ്ട് അപ്രകാരമുള്ളൊരു സമൂഹം. ഒരു സാധാരണ വിശ്വാസി സമൂഹം വരുന്നു. യേശുവിനെക്കുറിച്ചൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. നല്ല ഒരു പ്രസംഗകനാണ്. അതുപോലെ തന്നെ ക്രിസ്തു അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മുൻപ് ഇവരിൽ പലരും ക്രിസ്തുവിൻ്റെ സ്നേഹസ്പർശത്തിന് വിധേയരായതായിരിക്കാം. ക്രിസ്തു കൊടുത്ത സൗഖ്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ പറഞ്ഞു കേട്ട അറിവൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും വന്ന് വചനം കേൾക്കാനായിട്ട് ഒരു സാധാരണ സമൂഹം അവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു സമൂഹത്തെ നമ്മളവിടെ കാണുക. ഈ യേശുവിനെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ശാസ്ത്രാധ്യാപകരും പരീക്ഷ പ്രമാണിമാരുമായിട്ടുള്ള ഒരു സമൂഹത്തെക്കുറിച്ചാണ് പറയുക. ശാസ്ത്രാധ്യാപകരും പരീക്ഷ പ്രമാണിമാരും, അവർക്ക് ന്യായപ്രമാണത്തെക്കുറിച്ച് വളരെ വ്യക്തമായ അവബോധമുള്ളവരാണ്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അവർ ഒബ്സർവ് ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവരതിനകത്ത് തൃപ്തരാണെന്നോ അവരതിനെ അംഗീകരിക്കുന്നുണ്ടെന്നോ യേശുക്രിസ്തുവിനെ അവർ സ്വീകരിക്കുന്നെന്നോ വിശ്വസിക്കുന്നെന്നോ എന്നും പറയാറില്ല, ഒന്നും പറയാറായിട്ടില്ല. പക്ഷേ ക്രിസ്തു അവരുടെ ഒരു ഒബ്സർവേഷനിലാണ്. ഈ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ഒരു ഒബ്സർവേഷനിലാണ് ക്രിസ്തു. ഇനി മൂന്നാമത്തെ ഒരു സമൂഹത്തെ നമുക്കവിടെ കാണാൻ കഴിയുക. അതവിടെ കാണുന്നില്ല. ആ വേദഭാഗത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ചിന്തയാണ്, അതൊരു വീട്ടിൽ വെച്ചിട്ടാണ് ഈ കാര്യം നടക്കുന്നതെന്നത് അറിയാം. ആ വീട്ടിൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ, ആ കുടുംബക്കാർ, ആ വീട്ടുകാരെന്ന് പറയുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് പരാമർശമില്ല. മാത്രമല്ല, മറ്റൊരു വ്യാഖ്യാനം കൂടെ ഞാനതിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. അത് യേശുവിൻ്റെ സ്വന്തം ഭവനമായിരുന്നു എന്നൊരു വ്യാഖ്യാനം. ഈ വേദഭാഗത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ അത് ശരിയാകാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചനയും ഉണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം, ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. അത് ആരുടെയെങ്കിലും ഒരു വ്യക്തിയുടെ വീടെന്ന് അവിടെ പറയുന്നില്ല. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി എന്ന പദമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് തൻ്റെ തന്നെ വീടാകാം, അല്ലെങ്കിൽ അത് മറ്റാരുടെയെങ്കിലും വീടാകാം, എന്തുമാകട്ടെ. ആ വീടിൻ്റെ ഉടമസ്ഥൻ, അത് ക്രിസ്തു ആകട്ടെ
ആ വീടിന് മറ്റാരെങ്കിലും ഉടമസ്ഥന്മാരുണ്ടെങ്കിൽ അവരാകട്ടെ, ആരും ആകട്ടെ. പക്ഷേ എനിക്കവിടെ പറയാനുള്ളത് ഒരു മനോഭാവം സംബന്ധിച്ചിട്ടുള്ള ഒരു സന്ദേശമാണ്. യെസ്, മൂന്നാമത്തെ തലം. നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ട് വന്ന ആ 4 പേര് എന്നതാണ്. ആ 4 പേരുടെ അടങ്ങുന്ന ഒരു വിശ്വാസി സമൂഹം. അഞ്ചാമത്തേത് ഈ പക്ഷവാത രോഗി. ഈ വിഷയം ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് നടക്കുക. ആ പക്ഷവാത രോഗിയാണ് അഞ്ചാമത്തെ കഥാപാത്രം. ഈ 5 കഥാപാത്രങ്ങൾ ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പല തലങ്ങൾ, ഇന്നത്തെ വിശ്വാസി സമൂഹത്തിൽ പല വിശ്വാസികൾ നിൽക്കുന്ന പല തലങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് നമുക്ക് നോക്കാം. ഒരു സാധാരണ വിശ്വാസി സമൂഹം, അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയാൽ മതി. ദൈവസന്നിധി വരുന്നു, വചനം കേൾക്കുന്നു, ആശ്വാസം കിട്ടി വീട്ടിൽ പോവുക എന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. അതിൽ ചിലർ ഒരുപക്ഷെ ദൈവവചനം കേട്ട് ആകൃഷ്ടരായി കൂടുതൽ ആഴമായ ദൈവബന്ധത്തിലേക്ക് വന്നേക്കാം. അങ്ങനെ വരുന്നവരുമുണ്ട്. എന്നാൽ കൂടെ നടന്ന ജനത്തിന് അവരുടെ ആശ്വാസം, സാന്ത്വനം ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ ലഭ്യമാവുക. ഇന്നത്തെ വചന പ്രഘോഷണ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന 90% ആളുകളും ഈ ഒന്നാമത്തെ കൂട്ടരാണെന്നതാണ് എൻ്റെ ഒരു ചിന്ത. അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് നിലപാടുകളില്ല. യേശുവിൻ്റെ വചനങ്ങളനുസരിച്ച് അങ്ങനെ ചിട്ടയായി ജീവിക്കാൻ വേണ്ട നിർബന്ധപൂർവമായ അതൊന്നും അവരുടെ ജീവിതത്തിലില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാശ്വാസം. പലതരത്തിൽ ഇന്നത്തെ മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ആശ്വാസം കണ്ടെത്താൻ വഴികളുണ്ട്. എൻ്റർടൈൻമെൻറ്റ്സ് ഇന്ന് മനുഷ്യന് ആശ്വാസത്തിന് വേണ്ടി, മനസ്സ് തണുപ്പിക്കാൻ വേണ്ടി, മനസ്സ് റിലാക്സ്ഡ് ആക്കാൻ വേണ്ടി കണ്ടെത്തുന്ന വഴികളാണ് എൻ്റർടൈൻമെൻറ്റ്സ്. ചില ആളുകൾ ടൂറ് പോകും, നല്ല പ്രകൃതി രമണീയമായ ഇടങ്ങളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിലൊക്കെ ഒന്ന് സ്വസ്ഥമായിരിക്കുമ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവും. അങ്ങനെ ചില ആളുകൾ മരുന്ന് കഴിക്കും, റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ട് മനഃശാസ്ത്രജ്ഞന്മാരെ കാണും, മരുന്ന് കഴിക്കും. അങ്ങനെ പല വഴികൾ. ചില ആളുകൾ അവർക്ക് യാത്രകൾ ചെയ്യും, ചില ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ കണ്ടെത്തി അവരോട് കൂടെ നന്നായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ വിവിധങ്ങളായ മെത്തഡോളജീസ് നിലവിൽ. ചിലർ എക്സസൈസസ് ചെയ്യും റിലാക്സ്ഡ് ആകാൻ വേണ്ടി, ചിലർ മെഡിറ്റേഷൻ മെത്തേഡ്സ് എല്ലാം പലതും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡുകൾ നിലനിൽക്കുന്നതിൽ ഒരു മെത്തേഡ് റിലാക്സേഷന്, ആശ്വാസത്തിന് ഉള്ള ഒരു മെത്തേഡാണ് ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ്. ഇതാണ് ഇന്നത്തെ ആളുകളുടെ ഒരു വലിയ രീതി എന്ന് പറയുന്നത്. മറ്റ് പല മെത്തേഡുകൾക്കും പല തരത്തിലുള്ള സൈഡ് ഇഫക്ട്സ് ഉള്ളപ്പോൾ സ്പിരിച്വൽ റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു തലത്തിന് വലിയ സൈഡ് ഇഫക്റ്റുകൾ ഇല്ല എന്ന് മാത്രമല്ല, അത് ഒരല്പം ഒരു സമൂഹത്തിൽ ഒരു മാന്യത നിലനിൽക്കുന്നതിന് അത്യാവശ്യം നല്ലതുമാണ്. അവൻ പള്ളിയിൽ പോകുന്നവനാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവൻ ധ്യാനത്തിൽ പോകുന്നവനാണ്. നാളെ എനിക്കൊരു കല്യാണാലോചന വന്നാൽ, എൻ്റെ മക്കൾക്കൊരു ആലോചന വന്നാൽ അവരൊരു ദൈവബന്ധമുള്ളവരാണെന്നതൊക്കെ സമൂഹത്തിൽ എൻ്റെ ഒരു റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്ന ഒരു തലമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്നത്തെ മനുഷ്യൻ ദൈവബന്ധത്തെ കാണുക. അതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ ആത്മീയതയിൽ നിന്നൊന്നും സ്വീകരിക്കുന്നില്ല എന്നതാണ്. കാര്യസാധ്യാധിഷ്ഠിതമായ ആത്മീയത ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ ഒരു മനോഭാവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ എന്നൊന്ന് സ്വയം പരിശോധിക്കുക. എനിക്ക് കൂടുതൽ വലിയ ആത്മീയതയൊന്നും വേണ്ട. പലരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ വലിയ ആത്മീയമൊന്നും ആകാനൊന്നും എനിക്കിഷ്ടമല്ല. അത്യാവശ്യം പ്രാർത്ഥനയുണ്ട്, വിശ്വാസമുണ്ട്, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, അങ്ങനെ ഒരു 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 ഡിപ്ലോമാറ്റിക് വേയിൽ പോകുന്ന ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സാധാരണ ജനം. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന അപകടം എന്താണെന്നറിയാം? ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, ഞാൻ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ടാണ് ചിന്തിക്കുന്നത് എന്നതാണ്. എന്താണ് അതിൻ്റെ കാരണം? ഇവിടെ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ആശ്വാസമാണ്, ഇവിടെ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ സാന്ത്വനമാണ്. അതിനുവേണ്ടി ഞാൻ ദൈവത്തെ ഉപയോഗിക്കുകയാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പദമാണ് കാരിത്താസ് എന്ന് പറയുന്ന ഒരു പദം. കാരിത്താസ് എന്താണ്? ഈ കാരിത്താസ് എന്ന പദത്തിൻ്റെ അർത്ഥം, കാരിത്താസ് എന്ന പദത്തിൻ്റെ അർത്ഥം അൺകണ്ടീഷണൽ ലവ് എന്നാണ്. അതായത് ഉപാധികളില്ലാത്ത സ്നേഹം. അതാണ് കാരിത്താസ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. എന്നാൽ ഈ കാരിത്താസ് എന്ന പദത്തിന് ഒരു ഓപ്പോസിറ്റ് വേർഡുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ടാകില്ല.
അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് കുപ്പഡിറ്റോസ് എന്ന് പറയുന്നൊരു പദമാണ്. കുപ്പഡിറ്റോസ് എന്ന പദത്തിൻ്റെ അർത്ഥമായി പറയുക കണ്ടീഷണൽ ആണ്. സ്നേഹം കണ്ടീഷണൽ ലവ് എന്നാണ്. അൺകണ്ടീഷണൽ, കണ്ടീഷണൽ, ഉപാധികൾക്കനുസൃതമായ ബന്ധം. ദൈവത്തോടുള്ള ഇന്നത്തെ നമ്മുടെ റിലേഷൻഷിപ്പ് ഈ കുപ്പഡിറ്റോസ് റിലേഷൻഷിപ്പാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഉപാധികളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ബന്ധം. അതാണോ നമ്മൾ ഇന്ന് നിലനിർത്തുന്നത്? അതാണെങ്കിൽ എൻ്റെ വിശ്വാസ ജീവിതം എങ്ങും എത്തപ്പെട്ടിട്ടില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ഞാനും നിങ്ങളും വരണമെന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു തലത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. രണ്ടാമത്തെ വ്യക്തികൾ അവിടെ ക്രിസ്തുവിനെ ചോദ്യം ചെയ്യുന്ന പ്രമാണിമാരും ശസ്ത്രാധ്യാപകരുമാകുന്നൊരു സംഘമാണ്. ഞാൻ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. എൻ്റെ വിശ്വാസം പലപ്പോഴും ഇന്ന് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യം ചെയ്യലുകൾ രൂപപ്പെടുന്നുണ്ട്. ക്രിസ്തുവിനെ, ദൈവവചനത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ വചനം വായിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ തോന്നാനും സാധ്യതകളുണ്ട് എന്നതാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചോദ്യം ചെയ്യലിൻ്റെ രണ്ടാമത്തെ സമൂഹത്തിലാണ്. അവിടെ അവരുടെ പ്രത്യേകത എന്താണ്? യേശുക്രിസ്തു അവിടെ പ്രവർത്തിച്ച ഒരു നന്മ അവരെ സന്തോഷത്തിലേക്ക് നയിക്കുന്നില്ല, അവരെ കൺഫ്യൂഷൻസിലേക്കാണ് നയിക്കുക. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ അപകടം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം നമ്മളെ കൺഫ്യൂഷൻസിലേക്കാണോ നയിക്കുക, അതോ നമ്മളെ ഒരു കൺവിക്ഷനിലേക്കാണോ നയിക്കുക? ഇത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. ഇന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിൻ്റെ ചുറ്റും 1000 ചോദ്യങ്ങളാണ്. അങ്ങനെ ഒരു ലോക പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. ചപ്പടി വിദ്യകളുമായി നമ്മെ സമീപിക്കുന്ന ഒരുപാട് കള്ളനാണയങ്ങളെ ചുറ്റുപാടുകൾ നാം ഒത്തിരി കാണുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ സംശയം വർദ്ധിപ്പിച്ചിരിക്കുന്നു. പിശാച് ഇന്ന് ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഈ സംശയം. സുപ്രധാനമായ സംശയങ്ങളിലൂടെ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ഒരിക്കലും ആരെയും വിശ്വസിക്കാനാകാത്ത വിധം മനുഷ്യൻ്റെ മനസ്സിനെ സംശയം കൊണ്ട് മൂടിക്കളയാണ്. ഇവിടെ യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണ്, മശിഹായ. ഇവര് ശാസ്ത്ര അധ്യാപകന്മാരാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്നാ പറയാം. ശാസ്ത്രാധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മശിഹായ ന്യായപ്രമാണ പ്രകാരം അറിയാം. മശിഹായ ന്യായപ്രമാണ പ്രകാരം വ്യക്തമായി അറിയാം. എന്നാൽ തങ്ങളുടെ മുന്നിലുള്ളവൻ ഈ ന്യായപ്രമാണത്തിൻ്റെ പൂർണ്ണതയാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇൻ്റലക്ച്വൽ ലെവലിൽ ന്യായപ്രമാണത്തെ കൃത്യമായി അറിയാം, എന്നാൽ മുന്നിൽ നിൽക്കുന്ന ന്യായപ്രമാണത്തെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. എന്താ അതിൻ്റെ പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ? സംശയം. എങ്ങനെ അവരുടെ ഉള്ളിൽ സംശയം രൂപപ്പെട്ടത്? അവരുടെ അറിവ്, ഇൻ്റലക്ച്വൽ ലെവലിൽ അവർ മശിഹായെ അറിഞ്ഞു. ആ അറിവിൽ നിന്നുകൊണ്ടാണ് അവർ മുന്നിൽ നിൽക്കുന്ന മശിഹായെ കാണാൻ ശ്രമിക്കുക. ബുദ്ധിയിൽ അറിഞ്ഞ മശിഹായെ തൊട്ടു മുന്നിൽ നിന്നിട്ട് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഇവരന്വേഷിക്കുന്ന മശിഹായാണ് ഈ മുന്നിൽ നിന്ന് ഈ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ആ ഒരു അവയർനെസ് അവരിൽ രൂപപ്പെട്ടിരുന്നെങ്കിൽ, അതവർ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്ക് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാകില്ലായിരുന്നു. വളരെ വ്യക്തതയോടെ അവരതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ കൂട്ടത്തിൽ ഒരു സംശയരോഗിയാണ്. വിശ്വാസ വിഷയത്തിലെ സംശയരോഗിയാണോ നിങ്ങൾ? പ്രശ്നമാണ് പ്രിയപ്പെട്ടവർ. നമുക്കറിയാം, കുടുംബജീവിതത്തിൽ ഭർത്താവിന് സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ അവസ്ഥ എന്താ? ഒരു തരത്തിലും ആ ഭാര്യയ്ക്ക് തൻ്റെ പങ്കാളിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ പിന്നെ കഴിയില്ല. പങ്കാളിക്ക് ആ ഭാര്യയെ കൊല്ലാൻ വരെ തോന്നുന്ന ഒരവസ്ഥയാണ് സംശയം രൂപപ്പെട്ടു കഴിഞ്ഞാൽ. വിശ്വാസ്യതയാണല്ലോ കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മണവാളൻ മണവാട്ടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കുടുംബ ബന്ധത്തിൻ്റെ ദൃഢതയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ദൈവവചനം കാണുന്നത്. സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ വാസ്തവത്തിൽ ഈ ക്രിസ്തുവാകുന്ന മണവാളൻ്റെ മണവാട്ടിമാരായി മാറേണ്ട ഈ പ്രമാണിമാർ യേശുക്രിസ്തുവിനെ സംശയിച്ചത് വഴി അവിടെ എന്താ സംഭവിക്കുക? അവിടെ ക്രിസ്തുവിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, സ്വീകരിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് അവർ മാറപ്പെടുകയാണ്. നമ്മളുടെ ജീവിതത്തിലും സംശയത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ സമീപിക്കാൻ ശ്രമിച്ചാൽ മണവാളനായ ക്രിസ്തുവിനെ സംശയിക്കുന്ന മണവാട്ടിയായി ഞാൻ നിങ്ങൾ മാറുമെന്നുള്ളത് തിരിച്ചറിയണം.
അതുകൊണ്ട് ദൈവവചനത്തെ സംശയത്തോടുകൂടെ സമീപിക്കരുത്. ഞാൻ പറയുന്നത് വചനം പ്രസംഗിക്കുന്ന വ്യക്തികളെ കുറിച്ചല്ല, വചനത്തെക്കുറിച്ചാണ്. വചനത്തെ സംശയത്തോടു കൂടി സമീപിക്കാതെ വചനത്തെ വളരെ വ്യക്തതയോടുകൂടെ അത് ക്രിസ്തുവിൻ്റെ വാക്കായിട്ട് ഹൃദയത്തിൽ നെഞ്ചേറ്റാനുള്ള ഒരു വ്യക്തതയും ഉറപ്പുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതെന്നുള്ളതാണ്. കൺഫ്യൂസ്ഡ് ആക്കും സംശയം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സംശയരോഗാധിഷ്ഠിതമായ ഒരു വിശ്വാസം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റണം. സ്വർഗ്ഗം നമ്മളെ അതിനാണ് വിളിക്കുക. യെസ്. ഇനി മൂന്നാമത്തെ തലത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. മൂന്നാമത്തേത് യേശുക്രിസ്തുവിൻ്റെ വീട് എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഒരുപക്ഷെ അത് മറ്റാരുടെയെങ്കിലും വീടാകാം, എന്തുമാകട്ടെ, അവിടെ നടക്കുന്ന ഒരു പ്രവൃത്തി എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആ വീടിൻ്റെ മേൽക്കൂര 4 വ്യക്തികൾ ചേർന്ന് പൊളിക്കുകയാണ്. വാസ്തവത്തിൽ ഇവിടെ ഈ പ്രസംഗമൊക്കെ നടക്കുന്നു. പ്രസംഗം കഴിഞ്ഞ് അവിടെ വന്ന ആളുകളൊക്കെ തിരിച്ചു പോകും. ഈ സ്വന്തം വീടിൻ്റെ മേൽക്കൂര പൊളിച്ചുപോലും ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കാൻ തക്കവണ്ണം ആ ഗ്രഹനാഥൻ, അത് ക്രിസ്തു ആകട്ടെ അതാരും ആകട്ടെ, സന്നദ്ധനാകുന്നത് പറയുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ അടുത്തൊരു തലമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ക്രിസ്തുവിൻ്റെ ദൈവപുത്രൻ്റെ ഇടപെടലിന് വേണ്ടി സ്വന്തം ജീവിതത്തിൻ്റെ മേൽക്കൂര പോലും പൊളിച്ചെടുക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന വ്യക്തികളായി എനിക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുമോ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന്, ദൈവപിതാവിൻ്റെ ഹിതം നിർവഹിക്കപ്പെടുന്നതിന് സ്വന്തം വീടിൻ്റെ മേൽക്കൂര വരെ പൊളിച്ചു മാറ്റാൻ ഉറപ്പ് കാണിക്കുന്ന, ചങ്കൂറ്റം കാണിക്കുന്ന ഒരു വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മേൽക്കൂര പൊളിക്കുക എന്ന് പറഞ്ഞാൽ ആ വീട് പൊളിക്കുന്നതിന് തുല്യമാണ്. സൈഡിൽ ഏതെങ്കിലും ഒരു ഭിത്തി പൊളിക്കുക, ഏതെങ്കിലും ഒരു വശം പൊളിച്ച് മാറ്റുക എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരിയാണ് മേൽക്കൂര പൊളിക്കുക എന്ന് പറഞ്ഞാൽ. ആ വീടിൻ്റെ മേൽക്കൂരയാണ് സുപ്രധാനമായതിന് ഘടകം എന്നത്. ആ വീടിൻ്റെ മേൽക്കൂര പൊളിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന ഭാഗം പൊളിച്ചിറക്കി അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നതിന് വേണ്ടി തൻ്റെ വീട് തകർത്ത് കളയാൻ മനസ്സ് കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് വിശ്വാസത്തിൻ്റെ വലിയൊരു തലം. എൻ്റെ ജീവിതത്തിൻ്റെ മേൽക്കൂര എന്താണ് പ്രിയപ്പെട്ടവരെ? ഞാൻ ക്രിസ്തു ഞാനാകുന്ന ഒരു ഭവനത്തിൽ വസിക്കാനാണ്, അങ്ങനെയാണ് വേണ്ടത്. ഞാൻ ക്രിസ്തുവിൻ്റെ ഭവനമാണോ? ക്രിസ്തു എന്നിൽ വസിക്കുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ. ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെന്നും ആത്മാവ് വസിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരമെന്നും എല്ലാം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നാം എല്ലാ അർത്ഥത്തിലും നാം ഒരു ഭവനമാണ്. അപ്പം നമ്മുടെ ജീവിതമാകുന്ന ഭവനത്തിൻ്റെ മേൽക്കൂര എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മേൽക്കൂര എപ്പോഴും ആകാശം കാണാൻ, സ്വർഗം കാണാൻ ഒരു തടസ്സമാണ്. ഈ മേൽക്കൂര എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ മേലെ നിൽക്കുന്ന ഘടകമായിട്ട് നമുക്ക് കാണേണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഘടകം, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം, എൻ്റെ ജീവിതത്തിൻ്റെ സുപ്രധാനമായ കാഴ്ചപ്പാടുകൾ, ചിന്താഗതികൾ, മനസ്സ്, മനോഭാവം, ഇത് ദൈവത്തിൻ്റെ ഹിതം നടക്കുന്നതിന് വേണ്ടി പൊളിച്ചു കളയാൻ മനസ്സുള്ളൊരു വിശ്വാസിയാണോ നിങ്ങൾ? ഇതാണ് ചോദ്യം. 3 തലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, 3 കാറ്റഗറി. ഒന്നാമത്തെ കാറ്റഗറി എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ദൈവബന്ധം നിലനിർത്തുന്ന ഒരു വിശ്വാസി. രണ്ടാമത്തെ കാറ്റഗറി അറിവുകളുടെ തലത്തിൽ ദൈവത്തെ തലയിൽ വെച്ചിട്ടുണ്ട്, എന്നാൽ തൊട്ടുമുന്നിൽ നിൽക്കുന്ന മശിഹായെ സംശയിക്കുന്ന വിശ്വാസി. ഇതാണ് രണ്ടാമത്. മൂന്നാമത്തേത് വിശ്വാസ വിഷയത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവഹിതം നടക്കുന്നതിന് വേണ്ടി സ്വന്തം വീടിൻ്റെ മേൽക്കൂര പോലും പൊളിച്ചു കളയാൻ കഴിയുന്ന, എന്നാൽ അർത്ഥാൽ തൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ പ്രധാന തലങ്ങൾ വരെ പൊളിച്ചെടുക്കാൻ സന്നദ്ധതയുള്ള വിശ്വാസി. അതാണ് അതിൻ്റെ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത്. നാലാമത്തെ വിശ്വാസിയാണ് ഈ വ്യക്തിയെ ചുമന്നുകൊണ്ട് വരുന്ന വിശ്വാസി എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരസ്നേഹത്തിൻ്റെ കൃപയുള്ള വിശ്വാസികളാണ്. അവർ വിശ്വാസികളാണ്, പക്ഷേ അവരുടെ വിശ്വാസം അപരനിലേക്ക് ഒഴുകിയിറങ്ങുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട്. അവർ വിശ്വാസിയാണെന്ന് പറഞ്ഞ് വന്നിരുന്ന് പ്രസംഗം കേൾക്കാനല്ല അവർ ഉദ്ദേശിച്ചത്. അവരുടെ വിശ്വാസം അപരനിലേക്ക് ഒഴുകിയിറക്കിക്കൊണ്ട് ആ വിശ്വാസത്താൽ അവരനെ വീണ്ടെടുക്കുന്ന ഒരു തലത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള പ്രേരണ അവരുടെ ഹൃദയത്തിൽ രൂപപ്പെടുകയാണെന്നതാണ്. എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ വിശ്വാസം ഈ ഒരു തലത്തിലാണ്, സ്വാർത്ഥതയിൽ നിന്ന് വിട്ടുപോവുകയാണ്. അപ്പോൾ ആദ്യത്തെ വിശ്വാസി സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന വിശ്വാസിയാണെങ്കിൽ
ഈ 4-ാം ഘട്ടത്തിലേക്ക് വരുന്നിടത്തുള്ള വിശ്വാസി, അവന് സ്വാർത്ഥതയില്ല, അവൻ പരസ്നേഹത്തിൻ്റെ, എൻ്റെ വിശ്വാസം അപരനിലേക്ക് സൗഖ്യമായി ഭവിക്കത്തക്കവണ്ണം പരിണാമത്തിലേക്ക് പോവുകയാണ് അവൻ്റെ വിശ്വാസം. ഇത് വിശ്വാസത്തിൻ്റെ മറ്റൊരു ഉന്നതമായ തലമാണ്. ഇന്ന് അപ്രകാരം ചിന്തിക്കുന്ന ആളുകൾ തുലവും വിരളമാണ് എന്നതാണ് സത്യം. കാരണം എവിടെയെങ്കിലും എൻ്റെ കാര്യം നേടിയെടുക്കുക, എല്ലായിടത്തും എൻ്റെ കാര്യം നടക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് അപരനിലേക്ക് വിരൽ നീട്ടുന്ന, കൈനീട്ടുന്ന, അപരന് വേണ്ടി അധ്വാനിക്കുന്ന, അപരൻ്റെ കിടക്കയെടുക്കാൻ ധൈര്യം കാണിക്കുന്ന, ഇവിടെയാണ് ഈ മനുഷ്യൻ്റെ ഒരു വിശ്വാസം നമ്മൾ കാണുക. ഈ തളർവാദ രോഗി സൗഖ്യം പ്രാപിക്കുമ്പോൾ യേശു ആ തളർവാദ രോഗിയോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നീ നിൻ്റെ കിടക്കയെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ ഈ കിടക്കയെടുക്കുന്നതിന് മുമ്പ് അവൻ്റെ കിടക്കയെടുക്കാൻ 4 പേര് സന്നദ്ധരായി. അപ്പം അവരൻ്റെ കിടക്കയെടുത്തുകൊണ്ട് നടക്കുകയും അപ്രകാരം അവനെ സ്വയം കിടക്കയെടുക്കുന്നവനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു തലമാണ് അവിടെ. പ്രിയപ്പെട്ടവർ, ഇത് വളരെ ഗൗരവമുള്ളൊരു തലമാണ്. ഇന്നത്തെ വിശ്വാസ ശ്രേണിയിലുള്ളവരെന്ത് ചെയ്യുമെന്നറിയാമോ? ചിലർ അവരൻ്റെ കിടക്കയെടുക്കാൻ തയ്യാറാണ്, പക്ഷേ എന്നും അവൻ്റെ കിടക്കയെ ചുമന്നുകൊണ്ട് അവർ നടപ്പാണ്. അവന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവൻ്റെ കിടക്ക അവൻ ചുമക്കുന്ന അവസ്ഥയിലേക്ക് അവനെ നയിക്കുന്ന വിശ്വാസികളായിട്ട് അവർ മാറാൻ അവർ റെഡിയല്ല. മറിച്ച് അവൻ്റെ കിടക്ക എടുക്കുന്നവൻ്റെ ആയുഷ്കാലം അവൻ ചുമന്നുകൊണ്ട് നടക്കുക. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഞാനൊരുത്തൻ്റെ കിടക്കയെ ചുമന്നുകൊണ്ട് നടക്കുക, എൻ്റെ ആയുസ് തീരുമ്പോൾ അവൻ വീണ്ടും ആ കിടക്കയിൽ തറയിലാവും. അതിൻ്റെ അപ്പുറത്ത് അവനെ ഇൻഡിപെൻഡൻറ്റ് വിശ്വാസിയാക്കത്തില്ല. അവനെ എൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിർത്തുകയാണ് ഇന്നത്തെ അപരനോടുള്ള സ്നേഹത്തിൽ നമ്മൾ കാണിക്കുന്ന വിശ്വാസത്തിൻ്റെ തലം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒത്തിരി ചർച്ച ചെയ്യപ്പെടേണ്ട മേഖലകളാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് അപരൻ്റെ കിടക്കയെടുക്കുകയും അവനെ സ്വയം കിടക്കയെടുക്കുന്ന അവസ്ഥയിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുന്ന, എന്ത് വില കൊടുത്തും അവനെ നയിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസത്തിൻ്റെ ശ്രേണിയിലേക്ക് ഞാൻ വളർന്നിട്ടുണ്ട്. 5-ാമത്തെ വ്യക്തിയാണ് ഈ പക്ഷവാത രോഗി എന്ന് പറയുന്നത്. പക്ഷവാത രോഗി ഇവിടെ ആരാണ് പ്രിയപ്പെട്ടവർ? പക്ഷവാത രോഗിയെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ആ മനുഷ്യനാണ് വാസ്തവത്തിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബെനിഫിറ്റ് അനുഭവിച്ചവൻ. ഈ പക്ഷവാത രോഗിയാണ്. സുഖം അനുഭവിച്ചവൻ, ബെനിഫിറ്റ് അനുഭവിച്ചു. അവനെ സംബന്ധിച്ച് അവന് ഒരു പണിയെടുത്തില്ല. ആരൊക്കെയോ അവന് വേണ്ടി കിടക്ക ചുമന്നു, ആരൊക്കെയോ അവനെ ചുമന്നുകൊണ്ട് വന്നു, ആരൊക്കെയോ അവന് വേണ്ടി മേൽക്കൂര പൊളിച്ചു, ആരൊക്കെയോ കെട്ടിയെ താഴെ ഇറക്കി, ആരോ തനിക്ക് സൗഖ്യം തന്നു. എല്ലാവരും പറഞ്ഞു, ആ സൗഖ്യം തന്നവൻ പറഞ്ഞു കിടക്ക എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ കിടക്ക എടുത്തുകൊണ്ട് വീട്ടിൽ പോയി. ഇതാണ് ഈ 5-ാമത്തവൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരൊക്കെയോ കഷ്ടപ്പെട്ടത്, പണിതത്, അധ്വാനിച്ചത്, ആരൊക്കെയോ വേല ചെയ്തത്, അതിൻ്റെ എല്ലാം ഫലം സ്വയം അനുഭവിച്ച് സുഖമായിട്ട് ജീവിക്കുന്നവൻ ഈ 5-ാമത്തവൻ. ഇന്ന് ഞാൻ ഈ 5-ാമത്തെ കാറ്റഗറിയിലാണോ എന്നൊന്ന് ഗൗരവമായിട്ട് പരിശോധിക്കണം. ഞാൻ നിങ്ങളും പ്രിയപ്പെട്ടവരെ ഗൗരവമായി പരിശോധിക്കണം. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്നത്? ഈ ലോകം തന്നെ ഇന്ന് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കുറേ നീതിമാന്മാരുടെ പ്രാർത്ഥന, കുറേ ആളുകളുടെ കണ്ണുനീര്, എവിടെയൊക്കെയോ മുട്ടുകുത്തുന്ന ചില ജീവിതങ്ങളുണ്ട്, എവിടെയൊക്കെയോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില ജന്മങ്ങളുണ്ട്, എവിടെയൊക്കെയോ സഹനങ്ങളെ ചങ്കിൽ വഹിക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ ചുറ്റും നിലനിൽക്കുന്നു. അവരുടെയൊക്കെ ചില പ്രാർത്ഥനകൾ, ചില താപസ ശ്രേഷ്ഠന്മാരുണ്ട്, ചില പ്രാർത്ഥനാ വീരന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ ലോകം നിലനിൽക്കുന്നത്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് പോലും ഇങ്ങനെയുള്ള ജീവിതങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, ഞാൻ ഈ അനേക പ്രാർത്ഥനാ വീരന്മാരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടോ എനിക്കുള്ളത് അഹങ്കാരമാണ്, ഞാനിതൊന്നും തിരിച്ചറിയുന്നില്ല. ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ നിലനിൽപ്പെന്നുള്ള തിരിച്ചറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ നോക്കണം, ഈ 5 തലങ്ങളിലും വിശ്വാസ ജീവിതത്തിൽ നാം നമ്മളെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ എവിടെയാണ്? സ്വയം പരിശോധിക്കാൻ സ്വർഗ്ഗം നമ്മളെ വിളിക്കുന്നു. ഈ പരിശോധനയ്ക്ക് ഉത്തരം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ. വ്യക്തമായ അവബോധത്തിലേക്ക്, തിരിച്ചറിവിലേക്ക്, ക്രിസ്തു നിങ്ങളെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉന്നതമായ തലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ. അതിന് സഹകരിക്കാൻ നിങ്ങൾക്ക് മനസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കഴിപ്പിച്ച ജീവൻ്റെ വചസ്സുകൾക്കായി സ്തോത്രം. പക്ഷവാത രോഗിയുടെ സൗഖ്യവുമായി ബന്ധപ്പെട്ട ആ സംഭവത്തിലെ 5 കഥാപാത്രങ്ങളെ ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ ഞങ്ങൾ അവിടെ കണ്ടെത്തി. തമ്പുരാനെ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മനസ്സിലാക്കി തരണമേ. ഉന്നത വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക്, യഥാർത്ഥ വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക്
ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ, വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.